സംസ്ഥാനത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവന്ന വാർത്തകളിലൊന്നായിരുന്നു കൊച്ചിയിലടക്കം പ്രമുഖ ആശുപത്രികൾ കേന്ദ്രീകരിച്ചു നടക്കുന്ന വലിയ അവയവ കച്ചവട മാഫിയയുടെ സ്വാധീനം. എന്നാൽ ഇപ്പോഴിതാ എറണാകുളം റൂറൽ SP KS സുദർശന് കൂട്ടായി പോലീസിലെ യഥാർത്ഥ ആക്ഷൻ ഹീറോ DYSP ബൈജു പൗലോസ് എത്തുന്നതോടെ അവയവ കച്ചവട മാഫിയയെ വേരോടെ പിഴുതെറിയാനുള്ള അന്വേഷണത്തിന് പുതിയ വേഗം കൈവരികയാണ്. അവയവ മാഫിയയെ പൂട്ടാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിർണായക ചുമതലകളോടെ ബൈജു പൗലോസിനെ ആലുവ DYSP നിയമിച്ച നടപടി കേസിൽ വലിയ വഴിത്തിരിവാകും. പുതിയ സർക്കാർ അധികാരമേറ്റെടുത്തതിന് പിന്നാലെ ഉദ്യോഗസ്ഥ തലത്തിലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പോലീസിലും വൻ അഴിച്ചുപണിയാണ് നടക്കുന്നത്. 161 DYSPമാരെ ഒറ്റയടിക്ക് സ്ഥലം മാറ്റി. ഭരണമാറ്റത്തിന്റെ ഭാഗമായാണ് തീരുമാനം. അങ്ങനെയാണ് ബൈജു പൗലോസ് ആലുവ DYSP ആകുന്നത്. ഉന്നതരുടെയോ രാഷ്ട്രീയക്കാരുടെയോ യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാത്ത സങ്കീർണമായ കേസുകൾ തെളിയിച്ച് പരിചയ സമ്പത്തുള്ള ബൈജു പൗലോസിന്റെ വരവ് ഇത്തരം ഇടപാടുകളിൽ പങ്കുള്ള ആശുപത്രി മാനേജ്മെന്റുകളുടെയും മാഫിയയുടെയും ഇടനിലക്കാരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുമെന്ന് വ്യക്തം. ഇപ്പോൾ പിടിയിലായിരിക്കുന്നതെല്ലാം ചെറുമീനുകളാണ്. റൂറൽ SP സുദർശന്റെ കൃത്യമായ ആസൂത്രണവും ബൈജു പൗലോസിന്റെ ഫീൽഡ് തലത്തിലെ പടയോട്ടവും ചേരുന്നതോടെ അവയവ കടത്ത് കേസിൽ ഇതുവരെ മറയത്തിരുന്ന വമ്പൻ സ്രാവുകൾ വലയിലാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇനി ഈ ബൈജു പൗലോസിനെ ഇതുവരെയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി മാത്രം ഒരു സംഭവം പറയാം. മലയാള സിനിമയിലെ പ്രബലനായ നടൻ ദിലീപിനെ പ്രതിക്കൂട്ടിലാക്കിയ നടിയെ ആക്രമിച്ച കേസ് സിനിമാറ്റിക് ട്വിസ്റ്റുകളിലൂടെ അന്വേഷിച്ച് വിജയിപ്പിച്ച ഉദ്യോഗസ്ഥനാണ് DYSP ബൈജു പൗലോസ്. ദിലീപിനെ റിമാൻഡിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കേസ് അന്വേഷണത്തിന്റെ പേരിൽ നിരവധി കള്ളക്കേസുകളും പ്രതിസന്ധികളും നേരിട്ട അദ്ദേഹത്തെയും കഴിഞ്ഞ സർക്കാർ ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റി എറണാകുളം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയിരുന്നു. യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ തെളിവുകൾ കൃത്യമായി ശേഖരിച്ച് ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ച അന്വേഷണത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. പിന്നീട് ദിലീപിനെ കോടതി വെറുതെ വിട്ടെങ്കിലും പൾസർ സുനി അടക്കമുള്ളവരെ ശിക്ഷിച്ചിരുന്നു. കേസ് അന്വേഷണത്തിനിടയിൽ പ്രതിഭാഗത്തു നിന്നും മറ്റു ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും കടുത്ത ഭീഷണികളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും അതിനെയെല്ലാം നിയമപരമായി അതിജീവിച്ച ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. തുടർന്ന് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ മുഖ്യ പരാതിക്കാരനായി മാറിയതും ബൈജു പൗലോസ് ആയിരുന്നു. സങ്കീർണവും ഉന്നതർ ഉൾപ്പെട്ടതും പ്രമാദവുമായ ഇത്തരം കേസുകളിൽ കാണിച്ച ഈ കൃത്യതയാണ് ഇദ്ദേഹത്തിന് സംസ്ഥാന പോലീസിൽ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന പേര് നൽകിയത്. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ മുൻ ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ ഉറപ്പാക്കിയ വിജിലൻസ് DYSP ഷൗക്കത്ത് അലിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ പ്രമുഖ സാന്നിധ്യമായിരുന്നു ബൈജു പൗലോസ്. ഉന്നത IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഗുരുതര കേസുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കി. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഇത്തരം കേസുകളിൽ അന്വേഷണ ചുമതല ഏൽപ്പിക്കാമെന്ന നിയമസാധ്യത മുന്നിൽ കണ്ടാണ് പുതിയ സർക്കാർ ബൈജു പൗലോസിനെ ഈ കേസിന്റെ നേരിട്ടുള്ള അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. ഷൗക്കത്ത് അലിയുടെ ശക്തമായ മേൽനോട്ടവും ബൈജു പൗലോസിന്റെ സൂക്ഷ്മമായ അന്വേഷണ മികവും ഒത്തുചേർന്നപ്പോൾ തെറിച്ചത് വമ്പൻ കസേരകൾ. പോലീസിലെ മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പമുള്ള തടസ്സമില്ലാത്ത പ്രവർത്തന പരിചയവും തെളിവുകൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിലെ സാമർഥ്യവും ബൈജു പൗലോസിനെ വേറിട്ട് നിർത്തുന്നു. അതിനാൽ തന്നെ സംസ്ഥാനത്തെയാകെ പിടിച്ചുകുലുക്കിയ വിദേശത്തേക്ക് വരെ കണ്ണികൾ നീളുമെന്നുറപ്പുള്ള എറണാകുളം കേന്ദ്രീകരിച്ച് പടർന്നു പന്തലിച്ച അവയവ കച്ചവട മാഫിയയെ പൂട്ടാനും ഇദ്ദേഹത്തിന്റെ വരവ് വലിയ രീതിയിൽ ഗുണം ചെയ്യും. നിലവിലെ കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയ വ്യാജ അനുമതി പത്രങ്ങളും സാമ്പത്തിക ഇടപാടുകളും പിടിച്ചെടുക്കുന്നതിലാണ് ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഡോക്ടർമാർ അടക്കമുള്ള ഉന്നതരെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കേസ് ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിന് സമാന്തരമായി റൂറൽ പോലീസിന്റെ ദൗത്യത്തിന് ബൈജു പൗലോസ് വേഗം കൂട്ടുമ്പോൾ പ്രതികൾക്ക് ഊരിപ്പോരുക എളുപ്പമാകില്ല. ആശുപത്രി മാനേജ്മെന്റുകൾക്കും ഇടനിലക്കാർക്കും എതിരായ നിയമ നടപടികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും. അവയവ കച്ചവട റാക്കറ്റിന് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കമ്മീഷൻ ലഭിച്ചിരുന്നുവെന്നാണ് ED കണ്ടെത്തൽ. ഇതിന് പിന്നാലെ ആശുപത്രി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടവരെ ED ചോദ്യം ചെയ്യുകയും ഡോക്ടർമാർക്കുൾപ്പെടെ സമൻസും അയച്ചിരുന്നു. ആരും തൊടാനൊന്ന് വിറച്ചിരുന്ന കേസ് കുത്തിപ്പൊക്കിയതിൽ മാധ്യമങ്ങളുടെ ഇടപെടലും നിർണായകമായി. ലേഷോർ ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ ED റെയ്ഡ് നടത്തിയതോടെയാണ് അവയവ കച്ചവടത്തിന്റെ വ്യാപ്തി കേരളം ശരിക്കും അറിഞ്ഞത്.
കേസിലെ പ്രധാന പ്രതി നജീബുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന. റെയ്ഡ് നടക്കുന്ന കൊച്ചിയിലെ ആശുപത്രിയിൽ നിന്ന് നജീബിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നു എന്നാണ് കണ്ടെത്തൽ. നേരത്തെ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നാണ് പോലീസ് സംഘം നജീബിനെ പിടിയിലാക്കിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. കഴിഞ്ഞ 3 വർഷമായി നജീബിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യാജരേഖകളുണ്ടാക്കി അവയവ കച്ചവടം നടത്തി വരികയാണെന്ന് പോലീസ് കണ്ടെത്തി. നിരവധി സാധാരണക്കാരെയും പാവപ്പെട്ടവരെയുമാണ് ഇവർ ചതിയിൽപ്പെടുത്തിയത്. അവയവദാന തട്ടിപ്പ് നടത്തിയതിന് പിന്നിൽ വൻ മാഫിയയാണെന്ന് ഇതിനോടകം കണ്ടെത്തിയിട്ടുള്ളതാണ്. ദാതാക്കൾക്ക് കുറഞ്ഞ തുക നൽകി വൻ തുകയ്ക്കാണ് അവയവങ്ങൾ മറിച്ചു വിൽക്കുന്നത്. തട്ടിപ്പിന് ഇരയാകുന്നതിലധികവും സാധാരണക്കാരും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായിരുന്നു. MLA, MP, പോലീസ് എന്നിവരുടെ പേരിലെല്ലാം വ്യാജരേഖ നിർമ്മിച്ചിരുന്നു. സംസ്ഥാനത്തിന് പുറത്തും ഈ റാക്കറ്റിന് ബന്ധമുണ്ടെന്നതിന്റെ സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. 3 വർഷത്തിൽ അധികമായി വ്യാജരേഖകൾ ചമച്ചും അവയവ കച്ചവടം നടത്തി വരികയായിരുന്നു. നിയമത്തിന്റെ വഴിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്ന ബൈജു പൗലോസും റൂറൽ SP സുദർശനും ഒന്നിക്കുമ്പോൾ അവയവക്കടത്തിന്റെ അണിയറ കഥകൾ ഒന്നൊന്നായി പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹം.